കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് കല്യാണി ഇരിക്കുകയാണ്. അപ്പൊ കല്യാണിയുടെ അരിയിലേക്ക് കാർത്തി വന്നിട്ട് പറഞ്ഞു, കല്യാണി സങ്കടപ്പെടാതിരിക്കുക, എല്ലാം ശരിയാകും, കിരണിനൊന്നും സംഭവിക്കില്ല എന്ന് പറയാ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, എനിക്കറിയത്തില്ല കാർത്തി ചേച്ചി എന്ത് ചെയ്യണമെന്നും. കിരണായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജാ, ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്തേലും അവരൊന്ന് പറയുവാണെങ്കിൽ ഒരു സമാധാനത്തോടെ ഇരിക്കാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, അല്ല കിരണിനോട് നേരത്തെ പറഞ്ഞല്ലേ ശത്രുക്കൾ പുറത്തുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ, എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു ഉദാസീനത കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഇത്ര വലിയ അപകടം ഉണ്ടാവുമായിരുന്നു ചോദിക്കുക. ഞാന് ഒത്തിരി പറഞ്ഞ കിരണേട്ടനോട് പോകുന്ന വഴിക്കൊക്കെ സൂക്ഷിക്കണമെന്ന്. അത് മാത്രമല്ല ഇന്നലെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അതിനെക്കുറിച്ച് പറയുകയും ചെയ്താ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ കാർത്തിയേച്ചി എനിക്ക് തോന്നിയെന്ന് കല്യാണി പറയാണ്. ഇത് കേട്ടതും കാർത്തിയ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ധൈര്യമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയാണ്. പിന്നീട് കല്യാണി കാർത്തികയും കൂടെ കിരണിനെ കാണാൻ കയറി ചെല്ലുവാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ട് കല്യാണി കിടന്ന് അലമുറയിട്ട് കരയാണ്. കിരൺ കണ്ണു തുറക്കുന്നില്ല, കിരൺ കിടന്ന കിടപ്പ് തന്നെ കിടക്കുവാണ്. കാർത്തിക പറഞ്ഞു, പോട്ടെ സാരമില്ല, വാ, എത്രയും പെട്ടെന്ന് തന്നെ കിരൺ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാം. എന്നാലും ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയാം. സാരമില്ല കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് രാഹുലും പ്രകാശനും കൂടി ഇരിക്കുന്നത്. കാരണം ഇതുവരെ ആയിട്ടും ഒരറിയിപ്പും കിട്ടിയിട്ടില്ല മുരുകന്റെ, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇനിയിപ്പം എന്തേലും അവന് അപകടം പറ്റിയിട്ടുണ്ടോ, അതോ ഇനിയിപ്പം അവൻ രക്ഷപ്പെട്ടോ എന്ന് അറിയത്തില്ല. കിരണ് മുരുകൻ വിളിച്ചാലോ അറിയത്തുള്ളൂ അതിനെക്കുറിച്ചൊക്കെ. അപ്പോഴേക്കുമാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നതായിട്ട്. ആരാ, ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് പ്രകാശം പോയി കഥ തുറത്ത് കഴിയുമ്പോഴത്തേനും വിക്രമായിരുന്നു. വിക്രം അങ്ങടെ അകത്തേക്ക് കയറുന്നു. എന്തായുടെ മോനെ കാര്യങ്ങളൊക്കെ, നീ അന്വേഷിക്കാൻ പോയിട്ട്? കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് പറയണേ. എന്താ എങ്ങനെയായി? അവന്റെ കാര്യം ക്ലോസ് ആയെന്ന് ചോദിക്കാം. ക്ലോസ് ആയിട്ടില്ലെന്ന് പറയണം. പിന്നെയോ അവന്മാര് പണി പറ്റിച്ചിട്ടുണ്ടെന്ന് പറയണം. പണി പറ്റിച്ചോ? അതെ, അവനെ തീർക്കാനായിട്ട് ചെയ്തു, പക്ഷേങ്കിൽ അവൻ തീർന്നില്ല, ഇപ്പൊ ഹോസ്പിറ്റലാന്ന് പറയണം. രാഹുൽ പറഞ്ഞു, ഹോസ്പിറ്റലായതുകൊണ്ട് കാര്യമില്ലല്ലോ, അവൻ ഇത്രയെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ജീവൻ തിരിച്ചു വെപ്പിക്കും ആ ചന്ദ്രസേനൻ. കാരണം അത്രയും നല്ല അവന് മരുന്നുകളൊക്കെ ആയിരിക്കും നിർദ്ദേശിക്കുന്ന പറഞ്ഞാൽ അവന് അത്ര വലിയ ചികിത്സയായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, പക്ഷെ ഈ തവണ എങ്ങനെ രക്ഷപ്പെടും തോന്നില്ലെന്ന് പറയാം. അതെന്താ, അവൻ ICUവിലെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് അറിയാൻ കഴിഞ്ഞേ. പെട്ടെന്ന് പ്രകാശം ചോദിച്ചു, അല്ലടാ അതെങ്ങനെ നീ അറിഞ്ഞേ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വിളിച്ച് വിവരം അന്വേഷിച്ചറിഞ്ഞ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇതുള്ള കാര്യം തന്നെയാന്ന് പറയണേ. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, നല്ലൊരു കാര്യമാണല്ലോ, അങ്ങനെയാണെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് പറയാണ്. ആ സമയം വിക്രം പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് കാണാൻ പോണമെന്നുണ്ടായിരുന്നു. പ്രകാശം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് ചെന്നേക്കല്ല, നിന്നെ ആ ചന്ദ്രസേനൻ ചുരുട്ടി കൂട്ടുമെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, എന്നാ ഞാനിന്ന് പോയി കണ്ടിട്ട് വന്നാലോ? ചെന്ന് കേറി കൊടുക്ക്, പിന്നെ നിന്റെ ജീവിതം ബാക്കി ഉണ്ടാകത്തില്ല, പിന്നെ നിനക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല എന്ന് പറയണം. അതോടുകൂടി രാഹുല് ആ പരിപാടി അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇനി പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ആ സമയം ജെറി ജോൺ വീട്ടിലേക്ക് വരുവാണ്. അത് ജെറി ജോൺ അല്ല, അവൻ പേര് മാറ്റിയതാണ്, ശരിക്കും ഗംഗാപ്രസാദ് തന്നെയാണ്. അവൻ വീട്ടിലേക്ക് വന്നു, ഫ്രിഡ്ജ് തുറന്നൊരു മുട്ടയൊക്കെ എടുത്ത് പച്ചമുട്ട എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചിട്ട് അങ്ങോട്ട് വന്നിരുന്ന് ലാപ്ടോപ്പൊക്കെ തുറന്നു. അതിനകത്ത് ലക്ഷ്മിയുടെ കാർത്തികയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, അധികം നാൾ നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചോ? ഒരു കാരണവശാലും ഇല്ല. ഇന്നിപ്പം നിങ്ങളുടെ എല്ലാം രക്ഷകനെ ഞാൻ അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട്. ആ കിരൺ എന്ന് പറയുന്നവനെ, അവന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് അവന്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. മര്യാദയാണ് മര്യാദയായിരുന്നു. നിങ്ങളുടെ ജീവിതം എണ്ണപ്പെട്ട് കഴിഞ്ഞതാ, നിങ്ങളുടെ ദിനങ്ങളും എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്കിലേക്ക് നിങ്ങളെ സംരക്ഷകനായിട്ട് അവൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? അവനും അവൾക്കും ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എന്റെ പാതയിലേക്ക് അവർ ഒരു കാരണവശാലും കടന്നു വരില്ല. അതിന്റെ ആദ്യ പടി ഇന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിച്ചുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുകയാണ്. ജെറീസ് ജോൺ കൊള്ളാം, സൂപ്പർ നെയിമൊക്കെയാ, എന്നാലും നല്ല അടിപൊളി പേരൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുകയാണ്. അവന് സന്തോഷം ഒരു കാര്യമായിരുന്നു. കാരണം അവന്റെ ശത്രുക്കളെ ഒതുക്കാനായിട്ട് വന്നാണ് ലക്ഷ്മിയും കാർത്തികയും. അപ്പൊ അവരെ സഹായിക്കുന്നതുകൊണ്ടാണ് കിരണിട്ട് പണി കൊടുത്ത തന്നെ. കിരണിനെ കല്യാണം മനസ്സിൽ ഇടം പിടിച്ചു തന്നെ. അതുകൊണ്ടാണ് അവന് രക്ഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ശിക്ഷയ്ക്ക് തന്നെയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. പിന്നീട് കല്യാണിനെ ഡോക്ടർ വിളിപ്പിക്കുകയാണ്. അങ്ങനെ കല്യാണി ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, കല്യാണി ഇരിക്കുക, എന്തിനാ കരയണേ, വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം. ഈ സമയം കല്യാണി പറഞ്ഞു, ഡോക്ടറെ ഇതുവരെയായിട്ടും
കിരണേട്ടൻ എന്താ ബോധം വരാത്തെ? എനിക്കൊന്ന് കേറി കാണാൻ പറ്റുമോ? ഒന്ന് കേറി കണ്ടു, പക്ഷെ എന്നെ കണ്ടിട്ട് കണ്ണു പോലും തുറന്നിട്ടില്ല. അതേ കിടപ്പടനെ കിടക്കുമായിരുന്നു പറയണം. അത് പിന്നെ കല്യാണി പേടിക്കാനൊന്നുമില്ല. എന്നാലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണെങ്കിലും പറയണമല്ലോ എന്ന് പറയാം. എന്താ ഡോക്ടറെ കാര്യം എന്താന്ന് പറയണം. കിരണ് ബോധം വീഴും ഇപ്പൊ തന്നെ. പക്ഷേങ്കില് ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. എന്താ കാര്യം? അത് പിന്നെ കിരൺ ആരെയും തിരിച്ചറിയുമെന്ന് തോന്നില്ല. തിരിച്ചറിയൂലെന്നോ? ഡോക്ടർ എന്താ പറയണേ? കിരണിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്ന് പറയണേ. ഓർമ്മശക്തി നഷ്ടപ്പെട്ടോ? ഡോക്ടറെ എന്താ പറയണേ? കിരണേട്ട അങ്ങനെ കല്യാണിക്ക് അങ്ങോട്ട് വെപ്രാളമായിരുന്നു, ഒരു വിറയലായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവും, തലയ്ക്കല്ലേ ക്ഷത വേറ്റിരിക്കുന്നേ. അപ്പൊ അത് കാലക്രമേണ ചിലപ്പോൾ അതും കൂടെ മാറും. ചിലര് പക്ഷേ ജീവിതാന്ത്യം വരെ അങ്ങനെ ഓർമ്മശക്തി ഇല്ലാതെ നടക്കും. പക്ഷെ ഇവിടെ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരും, ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടും, ജീവൻ ആവത്തില്ലെന്നേ ഉള്ളൂ എന്ന് പറയണം. ഇത് കേട്ടത് കല്യാണി അലമുറയിട്ട് കരയണം. വേണ്ട ഡോക്ടറെ, എനിക്ക് അങ്ങനെയുള്ള കിരണേട്ടനെ കാണണ്ട, എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ലെന്ന് പറയണം. അതെങ്ങനെ പറഞ്ഞ ശരിയാവും? ബോധം വീണ് കഴിയുമ്പത്തേനും കിരണിനെ ഒന്ന് കാണണ്ടെന്ന് ചോദിക്കും. വേണ്ട ഡോക്ടറെ, കുറെ കാലം എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ കിരണേട്ട അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് സംസാരശേഷി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്രമാത്രം പ്രയത്നിച്ചെന്നും അറിയാം. അപ്പൊ അതുപോലെയുള്ള കിരണേട്ടന് എൻ്റേത്. ആ കിരണേട്ടന് ഓർമ്മയില്ലാതെ എന്നെ തിരിച്ചറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ പറ്റില്ല, സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ. കിരണിന് ബോധം തിരിച്ചു കിട്ടൂ, ഓർമ്മ തിരിച്ചു കിട്ടൂ എന്നൊക്കെ പറയാം. സമാധാനപ്പെട് കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ ആശ്വസിപ്പിക്കണം. പോയി ഇന്ന് കിരണിനെ കണ്ടിട്ട് വരാൻ പറയണം. അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ട് കല്യാണി അവസാനം കിരണിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരണ് ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ്. കല്യാണിക്ക് സഹിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. തന്റെ കിരണായിട്ട് ഇനി ഓർമ്മശക്തി തിരിച്ചു കിട്ടില്ല, തന്നെ ഇനി തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി അലമുറയിട്ട് കരഞ്ഞിട്ട് കിരണിന്റെ നെഞ്ചിലേക്ക് വീഴുവാണ്. ഈ സമയത്ത് കിരൺ പതുക്കെ കണ്ണു തുറന്നു. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന കരച്ചിലാ കണ്ടത്. പിന്നീട് കല്യാണി വിഷമിച്ചങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കിരൺ ആ കയ്യിലേക്ക് കണ്ട് കയറി പിടിക്കുകയാണ്. ഒരു നിമിഷം കല്യാണി അമ്പരന്ന് പോയി. കിരൺ പിന്നെ കല്യാണിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക. അപ്പൊ കല്യാണിക്ക് സംശയം, തന്നെ തിരിച്ചറിഞ്ഞിട്ടാണോ എന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് കല്യാണിന്ന് വിളിക്കുകയാണ്. അത് കേട്ടതും കല്യാണി ഓർത്തു, ഡോക്ടർ പറഞ്ഞാ തന്റെ കിരണേട്ടൻ ഇനി ഓർമ്മശക്തി തിരിച്ചു കിട്ടില്ലെന്ന്. പക്ഷെ ഇപ്പൊ തന്റെ കിരണേട്ടൻ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കല്യാണിക്ക് അത്ഭുതമായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്താ കല്യാണി? ഡോക്ടറെ, എന്റെ കിരണേട്ടന് ഓർമ്മശക്തി തിരികെ കിട്ടി, എന്നെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ കല്യാണിക്ക് കുറച്ച് സമാധാനം ആയില്ലേന്ന് ചോദിക്കും. ആയെന്ന് പറയണ. അതെ, ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാന്ന് പറയും. മനഃപൂർവ്വം? അതെന്തിനാ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ പെട്ടെന്ന് കിരൺ ഇങ്ങനെയൊക്കെ വന്നപ്പോ കല്യാണിയുടെ മനസ്സ് നല്ല വിഷമമല്ലായിരുന്നോ? ആ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണിക്ക് ഒരു ആശ്വാസമായില്ലേ, ഓർമ്മശക്തിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. അതുകൊണ്ട് കല്യാണം മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. കിരണിന് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്, പക്ഷെ ഓർമ്മശക്തിക്കൊന്നും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. കിരണ് എഴുന്നേക്കണമെങ്കിൽ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജല്ലേ, ഇച്ചിരി താമസം പിടിക്കുമെന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് കല്യാണിന്റെ മനസ്സിന് ഇനിയിപ്പം ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളൊക്കെ താങ്ങാനായിട്ടുള്ള ശേഷി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻകൂർ ഇത് പറഞ്ഞോളെന്ന് പറയണം. പെട്ടെന്ന് കല്യാണി ചോദിച്ചു, ഡോക്ടറെ, എന്റെ കിരണേട്ടന് കുഴപ്പമൊന്നുമില്ലോ? ഇല്ലാന്ന് പറയണം. ഇതൊക്കെ എന്ത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, പിന്നെ എന്താ കല്യാണി എന്ന് പറയണ ഡോക്ടർ. ഇത് കേട്ടതും കല്യാണി ഡോക്ടറെ തന്നെ ഒരു നിമിഷം നോക്കി. പിന്നീട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞ് കൈവൊപ്പാണ്. അതെ, നന്ദി എന്നോടല്ല പറയണ്ടേ, ആ കൃത്യസമയത്ത് തന്നെ ആ ചെറുപ്പക്കാരൻ ഇവിടെ കൊണ്ടുവന്നില്ലേ, അതുകൊണ്ടാന്ന് പറയണേ. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അതെ, ജെറി ജോൺ എന്ന് പറഞ്ഞു ചേട്ടനാണ് രക്ഷപ്പെടുത്തിയത്. ആ ചേട്ടൻ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കിരണേട്ടന് ഇപ്പൊ ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു അല്ലേ ഡോക്ടർ എന്ന് ചോദിക്കണം. ഇത് കേട്ടൻ ഡോക്ടർ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പിന്നീട് കിരൺ പറഞ്ഞു, കല്യാണി നീ എന്തിനാ വിഷമിക്കണേ? തൽക്കാലത്തേക്ക് ഞാൻ ആ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ, ആരും ഇത് അറിയണ്ട, എനിക്ക് ഓർമ്മശക്തി പോയെന്ന് അറിഞ്ഞാൽ മതിയെന്ന്. അതെന്തിനാ കിരണായിട്ട് അങ്ങനെ ചെയ്തേ? അത് പിന്നെ നമ്മുടെ ശത്രുക്കൾ പുറത്തുണ്ടല്ലോ, അവരൊക്കെ ഇത്തിരി സന്തോഷിക്കട്ടെ എന്ന് കരുതിയാ. ഒരു പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ട. അത് കല്യാണി നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രം എനിക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയ കാര്യം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരൊന്നും തൽക്കാലത്തേക്ക് ഇത് അറിയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ശരി കിരണേട്ടാന്ന് പറയണം. ഡോക്ടർ കിരണെ അധികം സംസാരിക്കേണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്കും കിരണ് തലയ്ക്ക് വേദന തുടങ്ങി. കിരൺ പെട്ടെന്ന് കണ്ണടയ്ക്കുവാണ്. കല്യാണി ഇറങ്ങിക്കോ, അതേ സമയം സംസാരിച്ച് ആളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയും വിളിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് ചന്ദ്രസേനൻ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചന്ദ്രസേനൻ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. കാരണം വീട്ടിൽ ചെന്ന് ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെപ്പാടെ പ്രശ്നമായി തീരും.
ഇപ്പൊ തൽക്കാലത്തേക്ക് രൂപയോട് പറയണ്ട, രൂപയുടെ കാര്യമൊന്നും പറയാതെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് പോവാം, എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് കരുതി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ആൽബി സോണിയും കൊണ്ട് ഇറങ്ങി വന്നു. ആഹാ, അച്ഛൻ എവിടെ പോയതായിരുന്നു? സോണി ചോദിക്കുക. ഞാൻ പുറത്തു വരെ പോയതായിരുന്നു മോളെ. അല്ല അമ്മ എന്തിയെ? അമ്മ അകത്തുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും രൂപ അങ്ങോട്ടേക്ക് വന്നു. എന്താ ചന്ദ്രേട്ടാ, നമുക്ക് പുറത്തു വരെ ഒന്ന് പോയാലേ നിൽക്കും. പുറത്ത് എന്തിനാ? ചുമ്മാ ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറയണം. ഇത് കേട്ടപ്പോ സോണി പറഞ്ഞു, ഓ ഓ നമ്മളെയൊക്കെ ഇപ്പൊ പുച്ഛ ഭാവമല്ലേ, നമ്മളൊന്നും മൈൻഡില്ലോ. ആ ഞങ്ങളെയൊന്നും എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കും. അത് പിന്നെ നിങ്ങളിപ്പം ഇവിടെ സന്തോഷിച്ചോണ്ട് ഇരിക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി പ്രൈവസി വേണമല്ലോ, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ സോണി പറഞ്ഞു, ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാ, അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാന്ന് പറയാ. ആ ഇനിയിപ്പം നിങ്ങളുടെ അല്ലേ വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ കഴിഞ്ഞേ, നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് സോണി പറയാണ്. ഈ സമയം രൂപ അകത്തേക്ക് റെഡിയാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും സോണിയോട് പറഞ്ഞു, മോളെ എനിക്ക് ഇച്ചിരി മോരും വെള്ളം കിട്ടുമോ കുടിക്കാനെന്ന് ചോദിക്കാം. അതെന്താ വെച്ചാ ഇപ്പൊ എടുത്തോണ്ട് വരാം, യാമിനി ചേച്ചി പുറത്ത് പോയേക്കോ ഇവിടെ ഇല്ല, ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ആൽബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൽബി ഒരു പ്രശ്നം ഉണ്ടാ മോനെ എന്ന് പറയണേ. എന്താ വെച്ചാ കാര്യം എന്താന്ന് ചോദിക്കാം. പണി പറ്റിച്ചെന്ന് പറയാൻ രാഹുല്. പണി പറ്റിച്ചോ? എന്താ? കിരണിനെ ആക്രമിച്ചു, അവൻ ഇച്ചിരി ക്രിട്ടിക്കൽ ഹോസ്പിറ്റലാ. ഇതെങ്ങനെ പറയൂന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ രൂപേനെ ഇപ്പൊ വിളിച്ചോണ്ട് പോവാം, നീ കുറച്ച് കഴിയുമ്പോൾ സോണീനെ എന്തേലും പറഞ്ഞോണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം, അതുവരെ അവള് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഒരു ഞെട്ടലോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ആൽബി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.